ഈ കാണുന്ന വരാലിനെ വെച്ച് നമുക്കൊരു അച്ചാർ ഇട്ടാലോ? സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ പോയി ഒരു സ്ഥലം വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വന്ന ആളുടെ കയ്യിൽ ഒരു വരാലും ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് വരാലിനെയൊക്കെ ഇങ്ങനെ പിടിക്കുന്നതും അതുപോലെ ഇങ്ങനെ ചാരമൊക്കെ തൂത്ത് വെട്ടിയെടുക്കുന്നത് കാണുന്നത്. അപ്പം അതെല്ലാം നല്ല വൃത്തിയായിട്ട് വെട്ടി നമ്മൾ അച്ചാർ ഇടാൻ പോകും. മീനച്ചാറൊക്കെ ഇടുന്ന എല്ലാവർക്കും ഇപ്പം അറിയാലോ. അപ്പോൾ വരാലച്ചാർ ഇടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ചെറുതായിട്ട് വെട്ടി വറുത്ത്, പിന്നെ അച്ഛനാണ് ഇന്ന് അച്ചാർ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സാധനമെല്ലാം ഇട്ട് മുളക് പൊടിയെല്ലാം ഇട്ട് നല്ല രീതിയിൽ വഴറ്റി എടുത്തു. ഇന്നത്തെ കുക്കിംഗ് അച്ഛനും അമ്മയും കൂടെ കൂടിയാണ്. ഞാൻ ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ട്, ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു അവസരം തരണമെന്ന് ഞാൻ പോയി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചേർന്ന് അതെല്ലാം വഴറ്റി മീനെല്ലാം ഇട്ട്, പിന്നെ വിനാഗിരി, പിന്നെ നമ്മുടെ കായപ്പൊടി എല്ലാം ഇട്ട് നല്ല ലാസ്റ്റ് വന്ന പിന്നെ തോന്നിയത് നല്ല ബീഫ് റോസ്റ്റ് വരട്ടിയ പോലെയായിരുന്നു സംഭവം. കണ്ടിട്ടൊക്കെ നല്ലതായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനും അമ്മ ഇത് കഴിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം, അതുപോലെ ഇന്നത്തെ സ്പെഷ്യലും നമുക്ക് ചോദിക്കാം. വരാലച്ചാറ് പിന്നെ ചക്കക്കുരു ചാറ്, മാങ്ങയൊക്കെ ഇട്ടത്, പിന്നെ ചീരത്തോരൻ അച്ചാറ്, ഇത് തെരണ്ടിക്കറി, ഇന്നലത്തെ തെരണ്ടിക്കറി. ഇത് വെച്ച ആളൊക്കെ അച്ചാർ വെച്ചത് അമ്മ, ബാക്കി വിഭവങ്ങളൊക്കെ വെച്ചത് അച്ചാർ വെച്ചത് അച്ഛൻ, ബാക്കി വിഭവങ്ങളൊക്കെ വെച്ചത് അമ്മ. രണ്ടുപേരോടെയാണ് ഇന്ന് അടുക്കളയിൽ കയറി കുക്ക് ചെയ്തത്. ഈ വരാലച്ചാറിന്റെ മെയിൻ ഫാൻ ഗോവിന്ദനാണ്. ആൾക്കിത് കറി വെച്ചൊന്നും അത്ര ഇഷ്ടമല്ല, എന്നാൽ ഇതിന്റെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ആൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പലതവണ ശ്രമിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ഓക്കെ, ബൈ.